was awesome. Had so much fun. എങ്ങനെ ഫിലിം എങ്ങനെ? അടിപൊളി മൂവി. എൻജോയ് ചെയ്യാൻ പറ്റും കോമഡി കാര്യങ്ങൾ? ഫുൾ എന്റർടൈനിങ് കോമഡി. എങ്ങനെയുണ്ട്? അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്താ. എന്റർടൈനറാണ്, കോമഡി എന്റർടൈനറാണ്. കോമഡി വർക്കൗട്ട് കോമഡി വർക്കൗട്ട് ഉണ്ട്. ഫാമിലിക്കൊക്കെ ഇരുന്ന് അടിപൊളി രസകരം. ഇപ്പോൾ ഈ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീനും അടുത്ത് ചിരിക്കുള്ള വകകൾ നമുക്ക് തന്നിട്ടുണ്ടായില്ല. നല്ലൊരു കോമഡി കേട്ടോ. അവസാനം പറയാൻ നല്ലപോലെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. സ്ത്രീ പ്രാധാന്യ പടം. ഇനി സ്ത്രീ പ്രാധാന്യ പടം ഇല്ലെന്ന് പറയരുത്. കുറേ നാളായിട്ട് പുരുഷ മേധാവിത്വം ഇതിനകത്ത് നല്ലൊരു സ്ത്രീ പ്രാധാന്യമുള്ള പടമാണ്. എൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം. അറിയാവുന്നവർക്കറിയാം, ഒരു ബ്രാൻഡിൻ്റെ പേരാണിത്. അതാണ് ഇതിൻ്റെ കഥയുടെ ബേസ് തന്നെ. ഓക്കെ, എല്ലാവരും എനിക്ക് എല്ലാം നല്ല റോള് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ടാവും. ആദ്യം ഒരു ചെറിയതായിട്ട് നമുക്കൊരു ലാഗ് തോന്നും, പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പടം നല്ല ട്യൂണായിട്ട് തന്നെ വരും കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം. അതൊരു ഫുൾ കോമഡി മൂഡിലിരുന്ന് കാണാവുന്ന ഒരു നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അഭിനയിക്കണം എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നത് മറ്റേ അൽത്താഫ്, അതേപോലെ അനാർക്കലി, രണ്ടുപേരാണ് ലീഡ് റോൾ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2-3 പാട്ടുകളും കാര്യങ്ങളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നല്ല ഫീൽ തന്നെ പാട്ടുകളും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് മിക്സ് ഒക്കെ നല്ല രസമായിട്ട് വന്നു. കൊള്ളാം. ചെറിയ സിമ്പിൾ, ഭയങ്കര ഇതൊന്നും പറയാനല്ല, സിമ്പിളായിട്ട് കണ്ടുപോകാവുന്ന ചിത്രം. നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. 5 ഡയറക്ടർമാർ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. നമ്മുടെ അൽത്താഫ് സലീം, നമ്മുടെ ജിയോ ബേബി ചേട്ടൻ, അതേപോലെ തന്നെ ലാൽ ജോസ് സാറ്, അജി വാസുദേവ് സാറൊക്കെ നല്ല രീതിയിൽ തന്നെ കോമഡി ആദ്യമായിട്ടാണ് ഇപ്പം മുഴുനീള കോമഡി കഥാപാത്രം ചെയ്യുന്നത്. എല്ലാവരും നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. ടുഗദർ വന്ന് കണ്ടപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയെന്ന് തോന്നിയത്. ഫാമിലിക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി എല്ലാവരും എൻജോയ്, ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ഇത് എൻജോയ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ എല്ലാവരും ഭയങ്കര ഇരുന്ന് ചിരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. അടിപൊളി കുറെ ചിരിക്കാനുണ്ട്. അത് എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. ഞാൻ അഭിനയിച്ചോണ്ട് പറയല. സോ എനിക്ക് മലയാളത്തിൽ അറിയത്തോണ്ട് ലൈക്ക് കോമഡി വരുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് നല്ലപോലെ മനസ്സിലായ ഒരുപാട് വർക്കൗട്ട് ഓൺ പോയിന്റ് ആയിരുന്നു. മലയാളം കറക്റ്റ് മനസ്സിലാകുന്നുണ്ടോ? ഫിലിം എങ്ങനെയുണ്ടായി? എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കോമഡി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? വർക്കൗട്ടായ എനിക്കിഷ്ടമായി. ഞാൻ ഒത്തിരി ചിരിച്ചായിരുന്നു. എനിക്ക് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണം. അടിപൊളിയായിരുന്നു. നല്ല വേന പറയാൻ അല്ലേ. ഈ ഷോ അടുത്ത ഷോയും കൂടെ കഴിഞ്ഞാലൊരു തീരുമാനം അറിയാമെന്ന് വിചാരിക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്നോട് ഫസ്റ്റ് ഷോയ്ക്ക് വരാൻ കഴിഞ്ഞത്. കാര്യങ്ങളൊക്കെയാണ് സ്പോർട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉപചാരപൂർവ്വം ഫുള്ള് കോമഡിയാണോ? കോമഡി, സ്പോർട്ട് കോമഡി കാര്യങ്ങൾ ഉപചാരപൂർവ്വം ഉണ്ടജയൻ, കല്ലിട്ടും ക്ലാശേഷി, അതേപോലൊക്കെ ഒരു പ്ലോട്ടുള്ളൊരു